ആലപ്പുഴ. ആലപ്പുഴ. വെൽക്കം ടു ആലപ്പുഴ. കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മളിതാ വീണ്ടും ഒരു യാത്ര പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് കടൽ, കായൽ, അതേപോലെ കുറച്ച് വയലുകളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനും ആ ഒരു ഭംഗിയൊക്കെ ഒന്ന് കണ്ട് റിലാക്സ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മളുടെ സ്വന്തം ആലപ്പുഴ. ആലപ്പുഴ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കിഴക്കിൻ്റെ വെന്നീസ് എന്നൊക്കെ അറിയപ്പെടുന്നതാണ്. അത്രയും ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. അതേപോലെ തന്നെ കായലുകൾ നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ ഫസ്റ്റ് ടൈം ആട്ടോ പോകുന്നത്. നമുക്ക് മറ്റുള്ളവരെ പോലെ തന്നെ നമ്മളുടെ മനസ്സിൽ ആലപ്പുഴ എന്ന് പറയുമ്പോൾ ഹൗസ് ബോട്ടിങ്, ഇതേപോലെ വലിയ കായലുകൾ, അതിൻ്റെ ഉള്ളിൽ കൂടി പോകാനുള്ള ഒരു മനോഹരമായിട്ടുള്ള യാത്രയൊക്കെയാണ് നമ്മളെ മനസ്സിലും പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ്. ഏകദേശം ഒരു 4 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആലപ്പുഴ എത്താവുന്നതാണ്. ഞങ്ങൾ 6 മണിയൊക്കെ ആകുമ്പോഴാണ് ആലപ്പുഴ എത്തിയത്. അപ്പോൾ നമ്മൾ ആലപ്പുഴയിൽ മാരാരി ബീച്ചിൻ്റെ ഭാഗത്താണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. അവിടെയാണ് നമ്മളുടെ ഇന്നത്തെ സ്റ്റേ ഒക്കെ ഉള്ളത്. ഒരു ഹോം സ്റ്റേ ആയിരുന്നു. അത്യാവശ്യം നല്ലതാണ്. അതേപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്റ്റേ ആണ്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ കൊടുക്കാം. പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ ബാനാരി ബീച്ച് കാണാൻ വരുന്നത് കേട്ടോ. ഒരു രാവിലെ 7 മണിയൊക്കെ ആയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ ബാനാരി ബീച്ച് കാണാൻ വരികയാണ്. അത്യാവശ്യം നല്ല റഫായിട്ട് കിടക്കുന്നുണ്ട് ഇപ്പോൾ ബീച്ച്. അതുകൊണ്ട് തന്നെ ബീച്ചിലേക്ക് നമുക്ക് അങ്ങനെ ഇറങ്ങാനോ നനയാനോ ഒന്നും വയ്യ. ജസ്റ്റ് നമുക്ക് കണ്ട് കാലൊക്കെ നനച്ച് ഞങ്ങളിങ്ങനെ കുറച്ച് നേരം റിലാക്സ് ചെയ്തിരുന്നു. അതെന്താ ഏട്ടാ കടലിൽ എന്ത് ബോളാണോ അത്? ബോള് പോലെ തോന്നണ. ബോളല്ല, ആളാണ്. ആള് നീന്തി പോണതാ. നമ്മൾ കടലിൽ ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് വെച്ചിരിക്കുമ്പോൾ ഇതാ വേറൊരാൾ നീന്തണു. അതും നല്ല ദൂരത്താട്ടോ. ഇത് സൂം ചെയ്യുമ്പോൾ അങ്ങനെ കാണുന്നതാ. നമുക്ക് ബോള് പോലെ ആദ്യം തോന്നിയത്. ഏതൊരു ഫോറിനറെ തോന്നുന്നുണ്ട്. ഇതാണ് ഞാൻ കാണിച്ചു തരാം. ഇത്രയും ദൂരത്തത് പോകുന്നു. ഇപ്പുറത്താണെങ്കിൽ നല്ല തിരയുണ്ട്. ഇപ്പം നമ്മളുള്ളത് പുന്നമട ഫിനിഷിംഗ് പോയിന്റിലാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മളുടെ ഇന്നത്തെ ഒരു ഫുൾ ഡേ ബോട്ടിംഗ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ബോട്ട് ഷിക്കാര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡൽ ബോട്ടാട്ടോ. ഇത് ഏഡൻ ഷിക്കാര പറഞ്ഞിട്ട് നമ്മൾ വരുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്ത് ബുക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം നമ്മൾ 5 പേരാണ് ഇന്നത്തെ യാത്രയിലുള്ളത്. ഞങ്ങളുടെ ഫാമിലി മൊത്തമായിട്ടാണ് ഇന്ന് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഈ ഓപ്പോസിറ്റ് വരുന്നില്ല, അതാണ് ഷിക്കാര ബോട്ട് അറിയുന്നത്. അങ്ങനത്തെ ബോട്ടിൽ തന്നെ കേട്ടോ നമ്മളും പോകുന്നത്. ഫ്രണ്ടിലൊക്കെ ഇരിക്കാനൊക്കെ റിലാക്സ് ചെയ്തിരിക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ഈ സൈഡിലുള്ള ഗവൺമെൻറ്റിൻ്റെ ബോട്ടാണ് ബേഗ പറഞ്ഞിട്ട്. ഇത് ഞങ്ങൾ നോക്കിയിരുന്നു. ഇതിലാകുമ്പോൾ ഒരുപാട് പേരുണ്ടായിരിക്കും. പിന്നെ പെർ ഹെഡ് എന്തോ 600 ഒക്കെയാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി പ്രൈവസി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇങ്ങനത്തെ ചെറിയ ബോട്ടുകളൊക്കെ എടുക്കാവുന്നതാണ്. ഷിക്കാര ബോട്ട് പോലെ ഇതാകുമ്പോൾ സ്ലോ ആയിട്ടാണ് പോവുക. പക്ഷേ ഈ ബോട്ടുകൾ കുറച്ചും കൂടി ഉൾനാടുകൾ കൂടി പോവും. കുട്ടനാടിൻ്റെ ഒക്കെ ഉള്ളിലേക്ക് പോവും എന്നാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. പിന്നെ എല്ലാ ബോട്ട് സർവീസും ഇവിടുന്ന് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് കിടക്കുമ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ലേ, 2 സൈഡും നമുക്ക് നിറയെ ബോട്ടുകൾ കാണാം. നമ്മൾ ഓവർടേക്ക് ചെയ്തിട്ട് ഇതാ പാട്ടൊക്കെ വെച്ചിട്ട് ഗംഭീര ബോട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇവിടെ ഇതാ ഒരു ഏരിയയിലെത്തിയപ്പോൾ ഫുൾ ഹൗസ് ബോട്ടാണ് കിടക്കുന്നത്. എന്ത് വലുതാ അറിയോ, നമ്മളുടെ കുഞ്ഞു ബോട്ട് അടുത്തു കൂടി പോകുമ്പോൾ അതിൻ്റെ വലിപ്പം അറിയുന്നത് കേട്ടോ. അത്യാവശ്യം വലുതാ കാണാൻ, നല്ല ഭംഗിയുണ്ട്. പല ടൈപ്പ് ബോട്ടുകൾ കാണാൻ പറ്റും. പിന്നെ ഈ ഒരു കായൽ അറിയുന്നത് ഫിനിഷിംഗ് പോയിന്റിൻ്റെ ഭാഗത്തു നിന്നാണല്ലോ നമ്മൾ കയറിയത്. അതായത് വള്ളംകളി നടക്കുമ്പോൾ ഇവിടെ വന്നിട്ടാണ് അവസാനിക്കുക. അതാണ് ഇതിനൊരു ഫിനിഷിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ആ വള്ളംകളി അവസാനിച്ച ഭാഗത്തു കൂടി നമ്മൾ പോകുന്നത്. ഇതല്ലാതെ സ്ഥിരം യാത്രക്കാരാ തോന്നുന്നുണ്ട്, തോണിയൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇതാ കുറച്ചിങ്ങോട്ട് മാറിയപ്പോൾ അത് കയാക്കിങ്ങിൻ്റെ ഒരു ഏരിയ ഉണ്ട്. ഇവിടെ കുറച്ച് പേര് കയാക്കിങ് ചെയ്യുന്നു. നമ്മളിതാ വീട്ടിൽ അടുത്ത് കൂടി കേട്ടോ പോകുന്നത്. അപ്പോൾ ബോട്ടിങ് കൂടാണ്ട് കയാക്കിംഗ് ഒക്കെ ഇങ്ങനത്തെ ഇതിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടവർക്ക് ഇവിടെ തന്നെ ഉണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഫുൾ വെള്ളമല്ലേ, വെള്ളവും ചുറ്റും ബിൽഡിങ്. പിന്നെ ബിൽഡിങ്ങിനെക്കാട്ടും കൂടുതൽ ഇവിടെ മരങ്ങളാണ് കേട്ടോ കാണുന്നത്. ബിൽഡിങ് കുറച്ച് ഭാഗങ്ങളിലുള്ളൂ. കുറച്ച് മുന്നിക്കെത്തിയപ്പോൾ ഞാൻ ഫ്രണ്ട് ഏരിയയിൽ കയറിയിരുന്നു കേട്ടോ. കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനും പിന്നെ അവിടെ ഇരിക്കാനൊരു പ്രത്യേക രസമാണ്. കുറച്ച് ഓപ്പൺ എയറിൽ ഇരിക്കുന്ന പോലെ. ഇത് ആൻറ്റി വന്നിരിക്കുന്നുണ്ട് എനിക്ക് കൂട്ടിന്. ഞങ്ങളിങ്ങനെ കണ്ട് ആസ്വദിക്കുകയാണ്.
അങ്ങനെ നമ്മളിപ്പോൾ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞ് ഇതാ വീടുകളുള്ള ഭാഗത്തേക്ക് പോവുക. അപ്പോൾ ഇതൊരു തോണി പോണു. ഇത് ആൾക്കാർ ഇങ്ങനെ വീട്ടിലേക്ക് പോകണതാ തോന്നുന്നുണ്ട്, സാധാരണക്കാർ. അവരുടെ യാത്രാമാർഗം എന്താണല്ലോ. നോക്കൂ, നമ്മൾ വന്ന വഴി ഫുൾ വലിയൊരു കായലല്ലേ. എന്താ ഈ ഭാഗത്ത് കുറച്ച് വീടുകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇത്ര നേരം നമ്മൾ ബിൽഡിംഗ് ഒക്കെ ടൗണിൻ്റെ ഏരിയ കണ്ടത്. ഈ ഭാഗത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ച് വീടും ഇതൊക്കെ. പക്ഷേ വെള്ളത്തിനോട് അടുത്തായിട്ടാണ് ഈ വീടുകളൊക്കെ നിൽക്കുന്നത്. തൊട്ടപ്പുറവും പിന്നിലൊക്കെ വെള്ളമോ അല്ലെങ്കിൽ പാടമൊക്കെയാണ് തോന്നുന്നുണ്ട്. ഇതാ ഇവിടെ ബോട്ട് നിർത്തുന്ന സ്ഥലം തോന്നുന്നുണ്ട് കേട്ടോ. ഈ കായലിൻ്റെ ഉള്ളിലേക്ക് ഒരു പാലം പോലെ പണിത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ പോണത് അത്യാവശ്യം വീതിയുള്ള ഒരു ഏരിയ കൂടി തന്നെയാണ്. പക്ഷേ രണ്ട് സൈഡിലും ഇങ്ങനത്തെ വീടുകൾ കാണാം. ഈ ഭാഗത്തൊക്കെ വീടുകൾ നല്ല നല്ല ഭംഗിയുള്ളതും ഈ ഭാഗത്ത് കുറച്ച് കുഞ്ഞു വീടുകളൊക്കെ കേട്ടോ. പിന്നിലേക്ക് പാടാ തോന്നുന്നുണ്ട്. ഇവിടെ പാത്രം കഴുകലും തിരുമ്പലൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ ടൗണിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനെ ഒരു ഏരിയ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അതൊരു വലിയ വ്യത്യാസം തന്നെ ആയിട്ടാണ് തോന്നുന്നത്. പിന്നെ എന്താ, നമ്മളിപ്പോൾ ജസ്റ്റ് വണ്ടി വിളിച്ച് പോണ പോലെയാണ് ഇവർ വഞ്ചിയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നത്. ഇതവിടെ ഒരു ബോട്ട് ജെട്ടി ഉണ്ട്. ഇങ്ങനെ ഓരോ ബസ് സ്റ്റോപ്പ് പോലെ ഇവിടെ നമുക്ക് ഓരോ സ്ഥലത്ത് ബോട്ട് ജെട്ടികൾ കാണാൻ പറ്റും. പിന്നെ ഇവർക്ക് സ്വന്തമായിട്ട് തന്നെ ഓരോരുത്തർക്ക് വള്ളങ്ങളുണ്ട് തോന്നുന്നുണ്ട്. കണ്ടു, എല്ലാവരുടെയും വീടിൻ്റെ മുറ്റത്ത് നമുക്ക് ചെറിയ വഞ്ചിയും ഒക്കെ കാണാൻ പറ്റും. നമുക്ക് ബെസ്റ്റ് ടൈമിങ് ആവുന്നുണ്ട്. ഇതിവിടെ ഒരു ചേട്ടൻ വല എറിയാൻ നിൽക്കണു. പിന്നെ ഇവിടെ നമ്മൾ റോട്ടിലൊക്കെ പോകുമ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ട് വെക്കണ പോലെ അത്ര എളുപ്പമില്ല കേട്ടോ. ഇവിടെ ഈ ഒരു കനാലിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ മാപ്പ് ഇട്ട് നോക്കുന്നത് എവിടേക്കാണ് തിരിയണത്, എങ്ങടാ പോകണമെന്നൊന്നും നമുക്ക് ഐഡിയ ഇല്ല. ചിലപ്പോൾ ഇവിടെ ഉള്ളവർക്കൊക്കെ ഇത് കാണപ്പാടായിരിക്കും. ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് പുന്നമട കായലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഫിനിഷിങ് പോയിന്റ്, അതായത് വള്ളംകളിയൊക്കെ വന്ന് അവസാനിക്കുന്ന ഒരു റീജിയനിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പമ്പ റിവർ വഴി കുറച്ച് ഉൾവഴി കൂടി നമ്മൾ കൈനഗിരി ബോട്ട് ടെർമിനലിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. ഇത് ഈ കാണുന്നതാണ് കേട്ടോ ബോട്ട് ടെർമിനൽ. ഇത് കായലിൻ്റെ നടുവിൽ നിന്ന് നമുക്ക് അപ്പുറമുള്ള ഒരു ഏരിയയിലേക്ക് കണക്ട് ചെയ്യുന്ന പോലെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ. നമുക്ക് അങ്ങോട്ട് നടക്കാനൊന്നും പറ്റില്ല. ഇവിടെ സ്പീഡ് ബോട്ട് സർവീസൊക്കെ കിട്ടും. അതേപോലെ ചുറ്റും കുറേ ബോട്ടുകളും അതേപോലെ ഫുഡ് ഐറ്റംസൊക്കെ മേടിക്കാൻ കിട്ടും. ഒരു 10 മിനിറ്റ് നമുക്ക് ഇവിടെ നന്നായി സ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ നല്ല നല്ല കാറ്റ്, ഇവിടെ നല്ല സുഖമാണ്. അത്യാവശ്യം നല്ല ഫോട്ടോസ് എടുക്കാം. പിന്നെ ഈ ഒരു കായലിൻ്റെ ഭംഗി മൊത്തത്തിലൊന്ന് ആസ്വദിക്കാനും ഒരു 360 ഡിഗ്രി നമുക്ക് വ്യൂ കിട്ടാനൊക്കെ ഈ ഒരു സ്പോട്ട് അടിപൊളി സ്പോട്ടാണ്. പിന്നെ ഒരു ഇതെന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇങ്ങോട്ട് വരാൻ ഇങ്ങനെ ബോട്ട് സർവീസ് എടുക്കുന്നവർക്ക് തന്നെയാണ് പറ്റുള്ളൂ എന്ന്. കാരണം കരയുടെ സൈഡിൽ നിന്ന് ആരും ഇങ്ങോട്ട് വരുന്നില്ല നടന്നിട്ട്. നമ്മളെല്ലാ ബോട്ട് ഇവിടെ നിർത്തിയിട്ട് ആളുകൾ ഇറങ്ങി ഒരു 10-15 മിനിറ്റ് സ്പെൻഡ് ചെയ്തിട്ടാണ് തിരിച്ചു പോകുന്നത്. നമ്മളും ഇവിടെ ഒരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്തു. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ ഇത്. ഇപ്പോൾ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടുന്ന് പിന്നീട് നമ്മൾ കുറച്ചും കൂടി യാത്ര ചെയ്തിട്ട് ചമ്പക്കുളം ഫെറി വഴിയാട്ടോ ഇപ്പോൾ പോണത്. ഈ മുന്നിൽ കാണുന്ന ആ ഒരു പാലല്ലേ, ആ പാലം കുറേ സിനിമകളിൽ നമുക്ക് കാണാൻ പറ്റും. ഈ സൗണ്ട് തോമ പോലത്തെ സിനിമയിലൊക്കെ കാണാൻ പറ്റും. അതൊക്കെ നമ്മളുടെ ബോട്ടിലെ ചേട്ടനാണ് പറഞ്ഞു തന്നത്. പിന്നെ ഇവിടുത്തെ പാലമൊക്കെ നല്ല ഉയരത്തിലാട്ടോ പണിതിട്ടുള്ള. ഹൗസ് ബോട്ടൊക്കെ അടിയിൽ കൂടി പോകാൻ. നമ്മൾ വീണ്ടും തിരിഞ്ഞ് വീണ്ടും ചെറിയ വഴികൾ അതിൽ കൂടിയാണ് പോകുന്നത്. ഓപ്പോസിറ്റ് ചെറിയൊരു വഞ്ചി വരുന്നുണ്ട്. ഇവിടെ സാധാരണ ആളുകൾ പോണ പോലെ തന്നെയാണ്. ഒരു കുടയൊക്കെ പിടിച്ച് പോണു. അതാ അപ്പുറത്ത് കൂടി ഒരു ബൈക്കും പോണു കേട്ടോ. ഇവർക്ക് ആകെ കൂടി കുറച്ചൊരു ഏരിയ ഉള്ളൂ ഇങ്ങനെ ബൈക്ക് ഓടിക്കാൻ. അല്ലെങ്കിൽ ഒരു റോഡ് എന്ന് പറയുന്നത് കുറച്ച് ഏരിയ മാത്രമേ നമുക്ക് കാണാനുള്ളൂ. ഇനി ഉള്ളിലേക്ക് പോകുമ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല. നമ്മളുടെ ഓപ്പോസിറ്റ് ഒരു വലിയ ഹൗസ് ബോട്ട് വരുന്നുണ്ട്. ഈ വഴി ഈ ഉള്ളിൽ കൂടി വന്നപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഹൗസ് ബോട്ട് ഇങ്ങനെ കാണുന്നത്. ഇതുവരെ ഒന്നും കണ്ടിരുന്നില്ല. ഇതിൻ്റെ വലിപ്പം അറിയണമെങ്കിൽ നിങ്ങൾക്ക് തൊട്ട് സൈഡിലുള്ള ആ ചെറിയ വെള്ളത്തിന് നോക്കിയാൽ മതി എത്ര വ്യത്യാസം ഉണ്ടെന്ന്. നമ്മളെക്കാട്ടും ഭയങ്കര ഉയരം കേട്ടോ. ഇത് കാണുന്ന പോലെ ഒന്നുമല്ല, നല്ല വലുതാണ്.
നമുക്ക് ഇനി ഒരു തവണ വേണമെങ്കിൽ ഹൗസ് ബോട്ട് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് വരാം. പക്ഷെ ഹൗസ് ബോട്ടിനെക്കാട്ടും എനിക്ക് തോന്നുന്നു എത്രയോ നല്ലത് ഈ ഷിക്കാര ബോട്ടിന്. ഇത് ഓപ്പൺ ആയിട്ട് ഇങ്ങനെ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കാം. ഇതവിടെ കുറച്ച് താറാവും. ഇതാ ഫ്രണ്ടിൽ നോക്കൂ, ഒരു നീളത്തിലുള്ളൊരു ചുണ്ടൻ വെള്ളം വേറൊരു ബോട്ട് കെട്ടി വലിച്ചുകൊണ്ടിരുന്നാണ്ടോ. അത് പറഞ്ഞപ്പോൾ ഓർത്തത്, ഇന്നലെ ആയിരുന്നു കേട്ടോ നമ്മുടെ 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി. നമ്മൾ തൃശ്ശൂരൊക്കെ തൃശ്ശൂർ പൂരത്തിനെ കുറിച്ച് പറയുമ്പോൾ ഉള്ള ആൾക്കാരുടെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, അതുപോലെയായിരുന്നു നമ്മുടെ ബോട്ടിലത്തെ ചേട്ടന് ഈ വള്ളംകളീനെ കുറിച്ച് പറയാനായിട്ട്. ഫുൾ ത്രിൽഡായിരുന്നു ആളെന്ന്. ഞങ്ങൾ ബോട്ടിൽ കയറിയപ്പോൾ തുടങ്ങിയിട്ട് വള്ളംകളീനെ കുറിച്ചായിരുന്നു സംസാരം മൊത്തം. അവരുടെ അവിടുത്തെ ഉള്ള ടീമാണ് ഇത്തവണ ജയിച്ചത്, ഭയങ്കര ക്ലോസ് മാച്ച് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു ഞാനടുത്ത്. ഞങ്ങൾ പിന്നെ വള്ളംകളീനെ കുറിച്ച് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ചേട്ടൻ പറഞ്ഞത്, ആ ചേട്ടൻ്റെ വീടിൻ്റെ അടുത്തായിട്ട് ഒരു ഇങ്ങനെ വള്ളങ്ങളൊക്കെ വയ്ക്കുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വള്ളങ്ങളവിടെ കെട്ടിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ആളിപ്പോൾ ഞങ്ങളെ ആ റൂട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങളിപ്പോൾ ആൾ പറഞ്ഞ സ്ഥലത്തെത്തി. ഇവിടെ 2 വള്ളങ്ങൾ ഇട്ടിട്ടുണ്ട് അടുത്തടുത്തായിട്ട്. രണ്ടും കാണുമ്പോൾ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഒരേപോലെ തന്നെ ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 100 അടിയോളൊക്കെ നീളമുണ്ട് തോന്നുന്നു. നല്ല ലോങ് ആണ് കേട്ടോ. നമ്മുടെ ബോട്ടായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ ഒരു 1/3 പോലും ഇല്ല നമ്മുടെ വന്ന ബോട്ട്. ആ ചേട്ടൻ പറഞ്ഞത് ഇങ്ങനത്തെ വള്ളങ്ങൾ അതിൻ്റെ ഫുൾ സ്പീഡിൽ പോയിക്കൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ വേറെ ഏതെങ്കിലും ബോട്ടൊക്കെ മുന്നിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് തുളച്ചുള്ളിൽ കൂടെ കയറി പോകുന്ന പറഞ്ഞാൽ അത്രയും ഫാസ്റ്റിലായിരിക്കും ഇതവർ തുഴയണത്. അപ്പോൾ ഇനി നമുക്ക് ഒരു ലഞ്ച് ടൈമൊക്കെ ആയി. അപ്പോൾ ആൾ പറഞ്ഞു ഇനി ആൾക്ക് പരിചയമുള്ളൊരു കടയുണ്ട്, അപ്പോൾ അവിടെ നിന്ന് ഫുഡ് അടിക്കാന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകാം നമ്മൾ. ഫുഡ് എങ്ങനെയുണ്ട് ആൻറ്റി? നമ്മളുടെ ഫുഡ് എന്ന് പറയുന്നത് ഇതാ നല്ല ചോറും മത്സ്യക്കൂട്ടാനും മത്സ്യം വറുത്തതൊക്കെ ഉണ്ട്. മത്സ്യം ഇവിടുന്ന് തന്നെ നമുക്ക് ഫ്രഷായി കിട്ടുന്ന കേട്ടോ, ഈ കരിമീൻ വറുത്തത്. നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് ഇവർ തന്നെ വളർത്തുന്ന ഒരു പരുന്തുണ്ട് കേട്ടോ. അതിനെ കൈമലൊക്കെ വെച്ച് തരാൻ പറഞ്ഞിട്ട് ഞങ്ങളെ കൂടെയുള്ള ആ ചേട്ടൻ വെച്ച് കൊടുക്കാൻ, ചേട്ടൻ്റെ കൈമ വെച്ച് കൊടുക്കാണ്. അത് ഇറുക്കുണ്ട് തോന്നുന്നുണ്ട്. നമ്മളവിടെ KSRTC അങ്ങനത്തെ ലോക്കൽ ബസ്സുകളൊക്കെ പോലെ ഇവിടെ ഓടുന്ന ഒരു ബോട്ടാട്ടോ ഇത്. ഇവരുടെ യാത്രയ്ക്ക് ഇതിൻ്റെ ബോട്ട് ജെട്ടികളാണ് നമുക്കിങ്ങനെ ഇടയിലൊക്കെ കാണാൻ പറ്റുന്നത്. പിന്നെ ഫുഡൊക്കെ നന്നായിരുന്നു. ഞങ്ങളെ കൂടെ ഉള്ളത് ഞങ്ങളുടെ ആൻറ്റിയും പിന്നെ അവരുടെ മകളാണ്. അപ്പോൾ അവർ നോർത്ത് ഇന്ത്യയിലായിരുന്നു കൂടുതൽ. അപ്പോൾ അവർക്ക് ഈ ഫുഡ് എന്നൊക്കെ പറയുന്നത് ഒരു വേറെ ടൈപ്പ് തന്നെയാണ്. അവർ കുറച്ചൊക്കെ എൻജോയ് ചെയ്തു. നമുക്കിനി ഇതിൻ്റെ ലാസ്റ്റ് അവരോട് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് ആ എക്സ്പീരിയൻസ് എന്നുള്ളത്. ഈ കേരളത്തിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളും ഒക്കെ എങ്ങനെയുണ്ടെന്ന്. അവർക്കാവുമ്പോൾ കൂടുതൽ വ്യത്യാസം ഫീൽ ചെയ്യുമല്ലോ. ഇതിപ്പോൾ നമ്മൾ വേറൊരു സൈഡിലേക്ക് പോവുകയാണ്. വേമ്പനാട് കായലിൻ്റെ ഭാഗത്തേക്ക് കേട്ടോ ഇനി പോകുന്നത്. ഇവിടുത്തെ ഒരു വലിയ കായലാണ് വേമ്പനാട് കായൽ. അപ്പോൾ ഇതിനെക്കാട്ടും വലുതാന്ന് പറയുമ്പോൾ നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് ചിന്തിക്കാൻ പറ്റില്ല. പിന്നെ ഈ റൂട്ട് നല്ല രസമുണ്ട് കേട്ടോ. 2 സൈഡും ഇങ്ങനെ വെള്ളവും നടുവിൽ ചളിയൊക്കെ വെച്ചിട്ടൊരു ബണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ ആ വെള്ളത്തിലെ ഫുള്ള് ഇലക്ട്രിക് പോസ്റ്റ് നിൽക്കണേ. നമ്മളെ ബോട്ടിൻ്റെ അടുത്ത് ഫുള്ളും കുളവാഴ കേട്ടോ. ഇതെന്താ സംഭവിച്ചത്, നമ്മൾ ഈ കുളവാഴയുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് പെട്ടുപോയി. ഈ വേമ്പനാട് കായലിലേക്ക് എത്തുമ്പോഴല്ലേ ഇങ്ങനെ ഒരു ഭാഗം ഫുള്ളും കുളവാഴ ഉണ്ടായിരുന്നു. അത് പാസ് ചെയ്ത് പോകുമ്പോൾ ഈ ബോട്ട് ചെറുതല്ലേ, അപ്പോൾ അതിനങ്ങനെ കുളവാഴയുടെ ഉള്ളിലേക്ക് തള്ളിയിട്ട് അവിടെ സ്റ്റക്കായി. അപ്പോൾ അത് അനിയനും ഏട്ടനും കൂടി എങ്ങനെയൊക്കെയോ ഹെൽപ്പ് ചെയ്യാണ്. ആൾക്ക് ആ ഒരു എൻജിൻ സ്റ്റാർട്ട് ചെയ്താലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അയ്യോ ഇതാ നീക്കി എങ്ങനെയൊക്കെയോ കുറച്ച് സമയം ഒരു 10 മിനിറ്റോളം അവിടെ പെട്ടു കിട്ടുമോ ഞങ്ങൾ. എന്താ ചെയ്യാന്നറിയാണ്ട് പിന്നെ എങ്ങനെ മെല്ലെ നീക്കി നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ട് ആൾ ഇതാ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെയും അത്യാവശ്യം വീതിയൊക്കെ ഉള്ളൊരു കായലാണ്. നമ്മൾ അങ്ങോട്ട് എത്തണുള്ളൂ. ഇനിയും നമുക്ക് ചെറിയ വഴികളോട് പോയിട്ട് വേണം വേമ്പനാട് കായലിലേക്ക് എത്താൻ കേട്ടോ. അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒരു റിലാക്സിങ് മൂഡിലേക്ക് എത്തിയിട്ട് ഇരിക്കുകയാണ്. ഇതാ ഈ വഴിക്ക് തിരിഞ്ഞപ്പോൾ കുറച്ചും കൂടി ഹൗസ് ബോട്ടുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. വലിയ ബോട്ടൊക്കെ പോണ വഴിയാവുന്നുണ്ട്.
ആ ഭാഗത്ത് നല്ല എന്താ കാറ്റൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളുടെ ബോട്ട് അങ്ങോട്ട് നീങ്ങി അങ്ങനെ കുറച്ച് സമയം പോയത്. എന്നാലും ആ ചേട്ടൻ നമുക്ക് മാക്സിമം ഹെൽപ്പ് ചെയ്തിട്ട് അങ്ങനെ വലിയ പേടിയൊന്നും കൂടാതെ അങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട്. അപ്പം ആള് നല്ല സഹകരണമൊക്കെയാണ്. എന്താ നമ്മളെ ഓപ്പോസിറ്റ് ഒരു ലക്ഷറി ഹൗസ് ബോട്ട് ഫുൾ ഗ്ലാസ് ആയിട്ടാട്ടോ. ഇത് ശരിക്കും ലക്ഷറി എന്ന് തന്നെ പറയാ. ഇതെന്താ റിസോർട്ട് ഒഴുകി പോണ പോലെ ഉണ്ട്. ഇത് കണ്ടോ, അതിൻ്റെ ഉള്ളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല, നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഉള്ളു ഫുൾ നല്ല ലക്ഷറി വീടുകളൊക്കെ പോലെയാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ സ്റ്റേ ചെയ്യണമെങ്കിൽ ഹൗസ് ബോട്ട് എടുത്തിട്ട് വരുന്ന നല്ലത്. ഇല്ലെങ്കിൽ വൺ ഡേ ട്രിപ്പിനൊക്കെ ആണെങ്കിൽ ഷിക്കാര ബോട്ടാണ് കുറച്ചും കൂടി നല്ലത്. ഇത് ഒരു 6 മണിക്കൂറിൻ്റെ ട്രാവലാണെന്ന് നമുക്ക് തോന്നില്ല, എത്ര പെട്ടെന്നാണ് സമയം പോയത്. നമ്മളിപ്പോൾ ട്രിപ്പ് ഏകദേശം തീരാറായിട്ടോ. നമ്മളൊരു ഫുൾ റൗണ്ട് അടിച്ച് ലാസ്റ്റ് ഇപ്പോൾ തിരിച്ച് വേമ്പനാട് കായലിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഇത് കണ്ടാൽ തന്നെ അറിയാം, ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കായൽ. നമുക്ക് ഒരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ കാണാൻ തന്നെ ഇല്ല. പിന്നെ ഏറ്റവും കൂടുതൽ ബോട്ട്സ് ഇവിടെയാണ് കാണുന്നത്. ആലപ്പുഴയിലെ മെയിൻ സ്ഥലങ്ങളൊക്കെ ഈ വേമ്പനാട്ട് കായലിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോഴാട്ടോ. നമ്മളിപ്പോൾ പോയ സ്ഥലമല്ലാതെ കുമരകം, പാതിരാമണലൊക്കെ ഈ വേമ്പനാട് കായലിൽ നിന്ന് മുന്നിക്ക് പോകണം. മിക്ക ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും അവിടെ ആയതുകൊണ്ട് തന്നെ എല്ലാ ഇങ്ങനത്തെ വലിയ വലിയ ബോട്ടും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അടുത്ത തവണ ആലപ്പുഴ വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ സൈഡൊക്കെ വിസിറ്റ് ചെയ്യാം. പിന്നെ ഒരു 3-4 ദിവസത്തോളം കാണാനുണ്ട് എന്നാണ് ഈ ബോട്ടിലെ ഏട്ടൻ പറയുന്നത്. പറയണ്ടി നൈസ് അനുഭവം. Yeah, I find like that only. But it was really nice, cool, calm. You should really take a break and come to Alapi. You can go in Shikara boats. If you take a big boat, then you can't see anything. It's a luxurious boats are covered with all the things, so you can't enjoy the open natural beauty of our sea and so on. Backwater, yeah. അപ്പോൾ എല്ലാവരും ആൻറ്റിയുടെ അനുഭവം കിട്ടില്ലേ. അപ്പോൾ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളത് തന്നെ. നമുക്ക് റിലാക്സ് ചെയ്യണമെങ്കിലും ഒരു ബ്രേക്ക് എടുക്കണമെങ്കിലും ഞാൻ പറയണത് ആലപ്പിയിൽ നമുക്ക് വിസിറ്റ് ചെയ്യാവുന്നതാണ്. ടൗണിലുള്ളവർക്കൊക്കെ ഒരു കേരളത്തിൻ്റെ തനതായിട്ടുള്ള പണ്ടത്തെ ഗ്രാമത്തിലൊക്കെ നിൽക്കണമെങ്കിലൊക്കെ ഇങ്ങോട്ട് വരാം. പിന്നെ എന്താ, നമ്മളിന്ന് രാവിലെ കണ്ട വേഗ പോണു. അങ്ങനെ നമ്മളുടെ യാത്ര ഇവിടെ അവസാനിക്കാനായി. ഇവിടെ നിറയെ പരുന്തൊക്കെ ഉണ്ട് കേട്ടോ, മത്സ്യം പിടിക്കണു. നമ്മൾ ഈ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ചുറ്റും ഇങ്ങനെ ഇടയ്ക്ക് സ്പീഡ് ബോട്ടിൻ്റെ ചേട്ടന്മാർ വന്നിട്ട് ഇങ്ങനെ ചോദിക്കും കേട്ടോ, നമുക്ക് സ്പീഡ് ബോട്ടിൽ കയറണോ അങ്ങനെ. അപ്പോൾ ചാർജസ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു പെർ ഹെഡ് 300 ആണ് കോട്ട് ചെയ്യണത്. അപ്പോൾ ഇവർ നമ്മുടെ ഷിക്കാര ബോട്ട്സിൻ്റെ അടുത്തേക്ക് അവരുടെ സ്പീഡ് ബോട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് പതുക്കെ പാർക്ക് ചെയ്ത് തരും. അന്നേരം നമുക്ക് അതിലേക്ക് കയറാം. ഒരു 10 minutes ആണ് അവർ നമ്മളെ റൈഡിന് കൊണ്ടുപോവുക. വലിയ കായലുള്ള ഏരിയയിലാണ് യൂഷ്വലി സ്പീഡ് ബോട്ട്സ് കാണുന്നത്, മറ്റേ വേമ്പനാട് കായലോ അങ്ങനത്തെ ഏരിയയിലൊക്കെ. ഉൾപ്രദേശങ്ങളിലേക്ക് നമ്മൾ കുട്ടനാടൊക്കെ പോയപ്പോൾ അങ്ങനത്തെ ഏരിയയിലേക്ക് ഇവരങ്ങനെ വരുന്ന കാണുന്നില്ല. നല്ല ഫാസ്റ്റാണ് കേട്ടോ. ഒരു എന്താ പറയുക, ത്രില്ലിങ് എക്സ്പീരിയൻസാണ്. നമ്മുടെ ഷിക്കാര ബോട്ട്സിന് അത്ര സ്പീഡില്ലല്ലോ. അപ്പോൾ ഇടയിൽ നമുക്കൊരു എന്താ പറയുക, ഒരു അഡ്രിനാലിൻ റഷൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 10 minute ഇങ്ങനത്തെ സ്പീഡ് ബോട്ട് ട്രൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ ലാസ്റ്റ് സ്പീഡ് ബോട്ട് യാത്രയും കഴിഞ്ഞു. ഇതാ ഫുൾ നനഞ്ഞു ഞാൻ. കണ്ടോ, എല്ലാവരും തിരിച്ചു പോകണ ഒരു ഇതിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. എന്നാൽ ഇന്നത്തെ ട്രിപ്പ് സൂപ്പറായിരുന്നു. ഇതാ നമ്മൾ പോണ വഴിക്ക് വൈകുന്നേരം ആവാനായല്ലോ, ഒരു 5 മണിയൊക്കെ ആവാനായി. അപ്പോഴേക്കും ഓരോരുത്തർ ചൂണ്ടിടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വൈകിട്ടുള്ള കാഴ്ചകളാണ്. എല്ലാവരും ബാഗൊക്കെ പാക്ക് ചെയ്ത് റിലാക്സ് ചെയ്ത് പോകാനുള്ള സെറ്റപ്പിലാണ് ഇരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കാനാട്ടോ തോന്നുക. ഇതാണ് നമ്മളെ ബോട്ട്. 2 ദിവാനൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ. നല്ല രസമായിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് ഫാമിലി ആയിട്ട് പോവുകയാണെങ്കിൽ ഈ ബോട്ട് എടുക്കണത് നല്ല. നമുക്ക് കുറേ പേരുണ്ടെങ്കിൽ അങ്ങനെ പോവാൻ ഇഷ്ടമുള്ളവർ അങ്ങനെ പോവുക, ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക. ഇതാ ബാക്കിലിരിക്കുന്നതാണ് ആ ചേട്ടൻ. ഞങ്ങളൊക്കെ ഫ്രണ്ടിലേക്ക് വീണ്ടും വന്നു. ഇവർ 2 ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് അവിടെ.
ഇത് ആ ചേട്ടനാണ് ഈ ബോട്ടിൻ്റെ ഇതിൽ, എയ്ഡൻ എന്നാട്ടോ ഈ ബോട്ടിൻ്റെ പേര്. അങ്ങനെ നമ്മൾ ആദ്യം കണ്ട സ്ഥലത്തേക്ക് തന്നെ എത്തി. ഇതാണ് ഫിനിഷിങ് പോയിന്റ്. നമ്മൾ നേരത്തെ തുടക്കത്തിൽ കണ്ടില്ലേ കുറേ വഞ്ചികളൊക്കെ നിർത്തിയിട്ടത്. ഇതാ ഇവിടുന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഫിനിഷിങ് പോയിന്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇത് ഈ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു ഇത്, അത് മണ്ണ് എന്തോ ഈ കായലിൽ നിന്ന് മണ്ണെടുക്കുന്ന ടൈപ്പ് ബോട്ടാണ് കേട്ടോ. പണ്ട് അത് ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുന്നതാ. അതിനെന്താ ട്രെഞ്ചോ അങ്ങനെ എന്തോ പറയും. ഇതോ വീണ്ടും കുറേ പേര് ഇവിടെ സൺസെറ്റ് കാണാനും കുറേ പേര് ഈ ടൈമിൽ ഷിക്കാര ബോട്ട് എടുക്കുന്നുണ്ട്. അതേപോലെ ഹൗസ് ബോട്ടിൽ അന്വേഷിച്ചപ്പോഴും നൈറ്റ് സ്റ്റേ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ചേട്ടനാണെങ്കിൽ അവറിന് 600 മേടിക്കുന്നുള്ളൂ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഞങ്ങൾക്ക് തോന്നി മറ്റുള്ളതിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പിന്നെ ഇയാളായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആളെല്ലാം നമുക്ക് കാണണം പറഞ്ഞ സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നല്ല നല്ല മെമ്മറീസ് ആയിട്ടും നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഈ യാത്ര അവസാനിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ യാത്ര കഴിഞ്ഞു. ഇനി ഇതുപോലെ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളായിട്ട് ഞങ്ങൾ അടുത്ത തവണ കാണാം.